നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നാം കാണാൻ പോകുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: യേശു സക്കേവൂസിനെ കണ്ടത് എവിടെ വച്ചാണ്? ഉത്തരം: ജെറീക്കോയിൽ. രണ്ടാമത്തെ ചോദ്യം: യേശുവിനെ കാണാനായി സക്കേവൂസ് ഏതു മരത്തിലാണ് കയറിയത്? ഉത്തരം: സിക്കമോർ മരത്തിൽ. മൂന്നാമത്തെ ചോദ്യം: സിക്കമോർ മരത്തിലിരുന്ന സക്കേവൂസിനെ നോക്കി യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം: സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. നാലാമത്തെ ചോദ്യം: അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ആരെ? ഉത്തരം: സക്കേവൂസ് യേശുവിനെ. അഞ്ചാമത്തെ ചോദ്യം: ഇവനും അബ്രഹാത്തിൻ്റെ പുത്രനാണ്. ആര്? ഉത്തരം: സക്കേവൂസ്. ആറാമത്തെ ചോദ്യം: നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വന്നിരിക്കുന്നത് ആരാണ്? ഉത്തരം: മനുഷ്യപുത്രൻ. ഏഴാമത്തെ ചോദ്യം: 19-ാം അധ്യായത്തിൽ കാണുന്ന ഉപമ ഏതാണ്? ഉത്തരം: 10 നാണയത്തിൻ്റെ ഉപമ. എട്ടാമത്തെ ചോദ്യം: അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ആരാണ് അവൻ? ഉത്തരം: പ്രഭു. 9-ാമത്തെ ചോദ്യം: 10 നാണയം കൂടി സമ്പാദിച്ച ഭൃത്യനോട് രാജപദവി തേടിയെത്തിയ പ്രഭു എന്താണ് പറഞ്ഞത്? ഉത്തരം: കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. 10-ാമത്തെ ചോദ്യം: അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയം ഉള്ളവന് കൊടുക്കാൻ യജമാനൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ചുറ്റും നിന്നിരുന്നവരോട്. 11-ാമത്തെ ചോദ്യം: ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഈ വചനം എവിടെയാണ് കാണുന്നത്? ഉത്തരം: വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ. 12-ാമത്തെ ചോദ്യം: താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തൻ്റെ ശത്രുക്കളെ എന്ത് ചെയ്യാനാണ് യജമാനൻ കൽപ്പിച്ചത്? ഉത്തരം: ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വച്ച് കൊന്നുകളയുവിൻ. 13-ാമത്തെ ചോദ്യം: തൻ്റെ ശിഷ്യന്മാരെ കഴുതക്കുട്ടിയെ അഴിക്കാൻ പറഞ്ഞുവിട്ടത് ഒലിവുമലയ്ക്കു സമീപമുള്ള ഏതു സ്ഥലങ്ങളെ സമീപിച്ചപ്പോഴാണ്? ഉത്തരം: ബത്ഫഗേ, ബഥാനിയ. 14-ാമത്തെ ചോദ്യം: കഴുതക്കുട്ടിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം: ആരും ഒരിക്കലും കയറിയിട്ടില്ല. 15-ാമത്തെ ചോദ്യം: കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്തെന്ന് ഉടമസ്ഥൻ ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ എന്താണ് മറുപടി പറഞ്ഞത്? ഉത്തരം: കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. 16-ാമത്തെ ചോദ്യം: ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് യേശുവിനോട് ആരാണ് പറഞ്ഞത്? ഉത്തരം: ഫരിസേയർ. 17-ാമത്തെ ചോദ്യം: ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് പറഞ്ഞതാര്? ഉത്തരം: യേശു. 18-ാമത്തെ ചോദ്യം: നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. യേശു ആരെക്കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം: ജെറുസലേമിനെ കുറിച്ച്. 19-ാമത്തെ ചോദ്യം: എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്നെഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരോട്.
20ാമത്തെ ചോദ്യം. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പ്രമാണികളും യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവർക്കതിന് സാധിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം: ജനങ്ങൾ യേശുവിൻ്റെ വാക്കുകളിൽ മുഴുകി യേശുവിനെ വിട്ട് പോകാതെ നിന്നതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.